നമ്മുടെ നബിയുടെ പള്ളി മണ്ണുകൊണ്ടായിരുന്നു, അതിൽ ഇരുണ്ടിരിക്കും, ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ സഹാബികൾ ഈന്തപ്പഴം കായുന്ന ഒരു ശാഖയുണ്ട്, അതിനെ അർജൂൻ എന്ന് പറയുന്നു, അതാണ് അവർ കൊണ്ടുവന്നിരുന്നത്. അതിന് ഇവിടെ തീ കൊളുത്തിയിരിക്കും, അത് ചിലപ്പോൾ കത്തും, ചിലപ്പോൾ അണയും. അതിനാൽ അല്പം വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തമീം ദാരി റബിയല്ലാഹു തആല അൻഹു 9-ാം ഹിജ്രിയിൽ ഇസ്ലാം സ്വീകരിച്ചു. അവൻ ശാം ദേശത്തേക്ക് പോയിരുന്നു. അവിടെ നിന്ന് അവൻ ഒരു ലാമ്പ് കൊണ്ടുവന്നു. അവിടെ അത് തെളിയിക്കാറുണ്ടായിരുന്നു. അങ്ങനെ മഗ്രിബ് നമസ്കാരത്തിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ എത്തുന്നതിന് മുമ്പ് അവൻ ആ ലാമ്പ് തെളിയിച്ചു മിഹ്റാബിന്റെ അടുത്ത്. അപ്പോൾ മിഹ്റാബ് ഇല്ലായിരുന്നു, മിസല്ലയുടെ അടുത്ത്. നിങ്ങൾ അകത്ത് കടന്നപ്പോൾ നിങ്ങൾ വെളിച്ചം കണ്ടു, അതിനാൽ നിങ്ങൾ അത്രയും സന്തോഷിച്ചു. നിങ്ങൾ ചോദിച്ചു, എന്റെ മസ്ജിദ് ആരാണ് പ്രകാശിപ്പിച്ചത്? ഇന്ന് എനിക്ക് ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ അവനോട് വിവാഹം കഴിപ്പിച്ചേനെ എന്നത്രയും സന്തോഷിച്ചു. അപ്പോൾ ഹസ്രത്ത് നൗഫൽ ബിൻ ഹാരിസ്, നിങ്ങളുടെ വലിയ അങ്കിൾസിന്റെ മകൻ നൗഫൽ ബിൻ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അവൻ സമീപം നിന്നു. അവൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മകളും നിങ്ങളുടെ മകളാണ്. ഞാൻ അവളെ തമീമിന്റെ വിവാഹത്തിൽ നൽകുന്നു. അങ്ങനെ ഒരു ലാമ്പ് തെളിയിച്ചതിലൂടെ മസ്ജിദിൽ റസൂലിന്റെ കുടുംബത്തോടുള്ള ബന്ധം ഉണ്ടായി. അതിനാൽ ഇത് നിർമ്മിച്ചവർക്കും അതിൽ ചെലവഴിച്ചവർക്കും വളരെ അഭിനന്ദനങ്ങൾ. എന്റെ റബ്ബിന്റെ കൽപ്പനയാണിത്. ഹദീസ് ഖുദ്സിയിലാണ്, ബയൂതി ഫി അൽ-അർദി അൽ മസാജിദ്, ഭൂമിയിൽ എന്റെ വീടുകൾ മസ്ജിദുകളാണ്. അതിനാൽ നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന് അതിനെ നല്ലതാക്കൂ, പെയിന്റ് ചെയ്യൂ, അതിൽ കാർപ്പറ്റ് വിരിപ്പൂ, ലൈറ്റുകൾ സ്ഥാപിക്കൂ. എന്നിൽ നിന്ന് ഒന്നും വാങ്ങാതിരിക്കുക, എനിക്ക് എത്ര സന്തോഷം ഉണ്ടാകും. മൗലവിമാർ എപ്പോഴും ഇങ്ങനെ സൗജന്യമായി കിട്ടുന്നവരാണ്. അവർക്ക് സൗജന്യമായുള്ള കാര്യങ്ങൾ വളരെ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ അല്ലാഹുവിന്റെ വീട്ടിൽ വന്ന് അതിനെ മനോഹരമാക്കുമ്പോൾ നല്ലതാണ്.